അളിയാ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞാണ് ഷൂട്ട്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ചെയ്താ പോരെ? എടാ ഒരാഴ്ചക്കകത്ത് ഈ സാധനം സെറ്റ് ആവും. ഉറപ്പാണ്? ഉറപ്പാണ്. പിന്നെ 5 days മാക്സിമം 7 days. അതിനപ്പുറത്തേക്ക് ഇതിന് സമയം വേണ്ടി വരില്ല. എടാ നിന്റെ മുടിയൊക്കെ തഴച്ച് വളർന്നുണ്ടല്ലോ, നീ സൽമാൻ ഖാനെ പോലെ ഇരിക്കും. ഒരു മിനിറ്റ്, സൽമാൻ ഖാൻ മുടിയില്ല? അതല്ല, ആ ലുക്ക് വരുന്ന്. മുടി വേറെ ലൈനാവും. മുടി മിഥുൻ ചക്രവർത്തി. ഇതാണ് ക്യൂട്ടീസ്. കണ്ടാ? ബാ. ഹായ്, ഡോക്ടർ ഷജീർ. ഡോക്ടർ ഷജീർ നേരിട്ടാണ് എന്റെ പ്രൊസീജർ ചെയ്യുന്നത്. ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ ബാലു. ഡോക്ടർ, ഇവനാകെ ടെൻഷനിലാണ്. ഇവനെ ശരിക്കും പറഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാൽ ഇവനൊരു ഷൂട്ടിന് പോകണം. അതുപോലെ തന്നെ എന്താണ് പ്രശ്നം വെച്ചാൽ ഒരു കല്യാണം എന്തോ അറ്റൻഡ് ചെയ്യാനുണ്ട് 7 days കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 7 ദിവസം കൊണ്ട് എല്ലാം സെറ്റ് ആവുന്ന പറഞ്ഞത്. ഓൺലി 7 days കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതുപോലെ നോർമൽ ഹെയർ ഒട്ടും ട്രിം ചെയ്യാതെ അടിപൊളിയായിട്ട് നിങ്ങളുടെ പരിപാടികളെല്ലാം അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ആ ഒരു മെയിൻ ചെറുതായിട്ടുള്ള ആ നെറ്റ് കയറിയ പാർട്ട് മാത്രം നമ്മൾ ഫില്ല് ചെയ്യുക. ബാക്കിലേക്കുള്ള ആ ചുഴിയുടെ ഏരിയയും നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുക എന്നുള്ളൊരു ചെറിയ പ്രൊസീജിയറാണ്. മൊട്ടടിച്ചാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആലോചിച്ച് ഇത് പ്രൊസീജിയർ ചെയ്യാതെ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. കാരണം സമയമാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അത് ഒഴിവാക്കുന്ന കാര്യം ആലോചിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ബാക്ക് പിടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. ഇത് എപ്പോൾ വേണേലും ചെയ്യാം. ഈ സാധനം എടുത്ത് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഇത് ചെയ്ത് ബോറായി കഴിഞ്ഞാൽ അത് നോക്കി നിൽക്കാനും പറ്റും. അപ്പോൾ എപ്പോഴും ആ ഫേസ് മാറാത്ത രീതിയിൽ, എന്നാലോ ആ ബാൾഡ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യാത്ത രീതിയിൽ നെസസിറ്റി ഫസ്റ്റ് സെറ്റിംഗ് ചെയ്ത് ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചെറിയ ചെറിയ ഫില്ലിങ് കൊടുക്കാവുന്നേ ഉള്ളൂ. ബട്ട് അഗൈൻ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മാർക്കിംഗ് ഈ ഒരു ഫ്രോണ്ടൽ ഏരിയയിൽ അത്യാവശ്യം നെറ്റ് കയറിയിട്ടുണ്ട്. ഒരു ഗ്രേഡ് 2 എന്ന് പറയാം. അതുപോലെ ഈ വെർട്ടെക്സ് ഏരിയ, യു ക്യാൻ ഫീൽ ദാറ്റ്. വെർട്ടെക്സ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഫ്ലാഷിങ് വന്നിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ ബാൾഡായി വന്നിട്ടുണ്ട്. ആ ഡിസ്കളറേഷനും സ്കാൽപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഏരിയയാണ് നമ്മളിപ്പോൾ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത്. എവിടെയും ഡ്രിം ചെയ്യാതെ ആ ഗ്രാഫ്റ്റ് അതേ ലെങ്ത്തിലെടുത്തിട്ട് വി ആർ പ്ലേസിങ്. എപ്പോഴും ഡോണർ ഏരിയ സേഫ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെ എടുക്കണം. ഇതേ ഒരു ഏരിയയിൽ നിന്ന് ഇതേ ഒരു ലെങ്തി ഹെയർ നമ്മൾ എക്സ്ട്രാക്ഷൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നു. എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എല്ലാവരും സാധാരണ ചെയ്യുന്നത് ഫുൾ ഷേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രിം ചെയ്യുന്നു. അങ്ങനെ ഒരു പരിപാടിയില്ല. ഇതിലൊരു പ്രത്യേകത ഉണ്ട്. വിത്തൗട്ട് ഡ്രിമ്മിങ് ആണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. സോ ക്ലീനിങ്, അതുപോലെ സ്റ്റെറൈൽ പാർട്ട്, ഈ സ്കാൽപ്പ് ക്ലീനിങ്, ഹെയർ ക്ലീനിങ്, അതെല്ലാം പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രമേ ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു ഡോണർ ഏരിയയിൽ ആ സേഫ് സോണിൽ സാധാരണ ലോക്കിൽ കൊടുക്കുന്ന പോലെ ആ ഒരു ബ്ലോക്ക് ഈ ഡൗൺ ലൈനിൽ കൊടുക്കും. അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലോക്കൽ അനസ്തീഷ്യ ലൈറ്റായിട്ട് കൊടുത്ത് വിട്ട് പേഷ്യൻ്റ് ഈ ഒരു ഏരിയ നംനെസ് വന്നതിന് ശേഷം മാത്രമേ പ്രൊസീജിയറിലേക്ക് മൂവ് ചെയ്യുള്ളൂ. എക്സ്ട്രാക്ഷൻ ഇതാണ് ഇതിലെ മെയിൻ ഹീറോ. കാരണം ഇതാണ് ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. കാരണം ലോങ് ഹെയർ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയറും സെയിം ആണ്. ബട്ട് ഇത് മാത്രമുള്ള ഇതിലൊരു ഡിഫറൻസ്. വി ആർ ജസ്റ്റ് പഞ്ചിങ്. ഈ ഒരു ലോങ് ഹെയറിൽ തന്നെ ഹെയർ എവിടെയും ലോക്ക് ആവാത്ത രീതിയിൽ ഈ ഗ്രാഫ്റ്റ് ഈസി ആയിട്ട് വി ക്യാൻ എക്സ്ട്രാക്ട് ദ റൂട്ട് വിത്ത് ലോങ് ഹെയർ. ഇത് ഇതേപോലെ ആ ഫ്രണ്ടൽ ഏരിയയിൽ നമ്മൾ പ്ലേസ് ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം പ്രൊസീജിയർ, സെയിം ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, പൊസിഷൻ എല്ലാം സെയിം ആണ്. ഇനി ഹെയർ ട്രാൻസ്പ്ലാന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ആ ഒരു സ്ലിറ്റിംഗ്, ഹെയറിൻ്റെ ഒരു ഡയറക്ഷൻ, ഡെപ്ത്, ലെങ്ത് എല്ലാം ഇതിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഈ പ്രൊസീജിയറിൻ്റെ റിസൾട്ട് എന്നുള്ളത് ജഡ്ജ് ചെയ്യേണ്ട ഒരു മെയിൻ പാർട്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് ഫില്ലിംഗ്. ആ ഒരു ഇംപ്ലാന്റേഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ കഴിഞ്ഞ്, ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്ലിറ്റിംഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഗ്രാഫ്റ്റ് പ്ലേസ് ചെയ്യുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അതിൽ പെയിനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. അതും ഈ ലോങ് ഹെയർ, യു ക്യാൻ സീ ദറ്റ് ലോങ് ഹെയർ അതുപോലെ പ്ലേസ് ചെയ്യുന്നു. ഡോക്ടർ കഴിഞ്ഞോ? ശരിക്കും നിന്റെ ഹെയർ ലൈൻ ഫുൾ മാറി, ഫ്രണ്ടിലോട്ടായി. 2-3 സെന്റിമീറ്റർ ഡൗൺ. ഇതുവരെ ഒരു പ്രോപ്പർ ഹെയർ ലൈൻ അല്ലായിരുന്നു. അത് നമ്മൾ പ്രോപ്പർ ഹെയർ ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ഡ്രിം ചെയ്തിട്ട് എടുത്ത സ്ഥലമാണത്.
എടുത്ത സ്ഥലമാണ്. ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഇതിലെ പോസിറ്റീവ്. കാരണം ഡ്രിൽ ചെയ്യണ്ട എന്നുള്ളൊരു കാര്യം മാത്രം. ഈ 7 days വീട്ടിൽ തന്നെ ഇരിക്കണോ? വീട്ടിൽ തന്നെ ഇരിക്കണം എന്നല്ല, എന്നാൽ പോലും അതിൽ കുറച്ച് കെയറിങ്ങും കാര്യങ്ങളും. കാരണം പുറത്ത് നല്ല ചൂടാണ്. അല്ല, പക്ഷെ മറ്റേ 2 മാസം നമ്മൾ മറ്റേ ഇത് വെച്ച് നടക്കണേക്കാളും നല്ലതല്ലേ? ബെറ്റർ. 7 ദിവസം വരണമല്ലോ. പക്ഷെ ഡോക്ടർ അമേസിംഗ് കേട്ടോ, ശരിക്കും താങ്ക് യു. നമ്മളത് കാണാൻ ഞാൻ കാരണം നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് വന്ന് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ഇവിടെ ഇങ്ങനെയല്ലേ കാണുന്നത്. അത് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ തന്നെ സമാധാനമാണ്. ഞാൻ ശരിക്കും കാണാൻ വരുമ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇവിടെ മറ്റേ റെഡ് കളർ എപ്പോഴും നമ്മളതാണ്. കാരണം മൊട്ടടിച്ചിട്ടില്ലേ പ്രൊസീജിയർ, അപ്പൊ എല്ലാം അത് ഹൈലൈറ്റ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. അപ്പൊ എന്തായാലും ബാലു ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായിട്ട് ഇത് ഡോക്ടർ എന്തായിരുന്നാലും വളരെ കെയർ എടുത്ത് അങ്ങനെ കൂടെ നിന്ന് ചെയ്തതാണല്ലോ. അപ്പൊ ഇനി ഒരു 8th day we will see the final result അല്ലേ? അങ്ങനെ 8 ദിവസം കഴിഞ്ഞ് ബാലയുടെ ഫൈനൽ ക്ലീനിങ്ങും കഴിഞ്ഞ് ആളിരിക്കുകയാണ്. ക്ലീനിങ് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഹീസ് ഫ്രഷ് നൗ. ഇന്ന് മുതൽ ഷാമ്പൂ ഇട്ട് എന്തും ചെയ്ത് നോർമൽ പേഴ്സണെ പോലെ പുള്ളിക്കാരന് നടക്കാൻ പറ്റും. പ്രൊസീജിയറിലെ ഏറ്റവും മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഹീറോ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ ഏരിയ ആൻഡ് എക്സ്ട്രാക്ഷൻ പ്രൊസീജിയറാണ്. അതാണ് ഇത് ഈ ലോങ് ഹെയറിൽ ഏറ്റവും ഡിഫറൻസ് ആയിട്ടുള്ളതും, ഇല്ലെങ്കിൽ ഏതൊരു പ്രൊസീജിയറും ആർക്കും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് ഡ്രിം ചെയ്യാതെ ഈ ഒരു ഏരിയയിൽ നിന്നും മുടിയെടുത്ത് ഇങ്ങോട്ട് വെക്കുക എന്നുള്ളത്. എവിടെയും ഒരു സ്പോട്ടി ഡ്രിം പോലും ചെയ്തിട്ടില്ല. ഈസ് ബാക്ക് ടു നോർമൽ. നമ്മൾ ഇവിടെ ഡ്രിം ചെയ്ത് ഷേവ് ചെയ്ത് ഈ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു പാട് ഇല്ലെങ്കിൽ ഈ ഒരു വിസിബിലിറ്റി കവർ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 1.5 മാസം എടുക്കും, ഒരു 2-3 മാസം എടുക്കും. നമ്മൾ മൊട്ടടിച്ച മുടിയെല്ലാം വന്ന് ഈ ലെങ്ത്തിലേക്ക് മുടി എത്താൻ മിനിമം ഒരു 5 months എങ്കിലും എടുക്കും. ആ 5 മാസം ബാല ലാഭിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ. അതാണ് ഈ പ്രൊസീജിയർ, അതാണ് ഇതിലെ ഡിഫറൻസ്. യു ആർ ഹാപ്പി? Yeah, of course. Yes.